warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi wa man wala amma ba'd. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികൾ, വിശുദ്ധ റമദാനിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ്, അവൻ്റെ വേദഗ്രന്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 56 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ഇനി 87-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ പിതാവും തമ്മിലുള്ള സംസാരവും ശേഷമുള്ള കാര്യങ്ങളുമാണ്. അപ്പം അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നത്? അപ്പം അതിന് പ്രത്യേകമായി കാര്യകാരണ സഹിതമുള്ള മറുപടിയൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന് നൽകാനില്ല. ഞങ്ങൾ വാപ്പക്കാരന്മാരിങ്ങനെ കണ്ട് കേട്ട് വരികയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ പരിചയപ്പെടുത്തിയതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഇനി അതിന് ശേഷമുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا سمعنا فتى يذكرهم يقال له إبراهيم.
قالوا سمعنا فتى يذكرهم يقال له إبراهيم. അത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ 57-ാമത്തെ ആയത്ത് വതല്ലാഹി വതല്ലാഹി ലഅകീദന്ന അസ്നാമക്കും ലഅകീദന്ന അവിടെ മണിച്ചിട്ട് ഓതണം. ലഅകീദന്ന അസ്നാമക്കും അസ്നാമക്കും അവിടെ അസ്നാമക്കും മീമ് വെളിവാക്കേണ്ടതില്ല. അസ്നാമക്കും ബഅദ അസ്നാമക്കും ബഅദ എന്നാണ് അതുണ്ട്. അസ്നാമക്കും അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. അസ്നാമക്കും ബഅദ തുവല്ലു തുവല്ലു അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല, മനിക്കണം. തുവല്ലു മുദ്ബിരീൻ ദാലിന് സുക്കൂനാണ്. ഖുതുബുജദ് ഹറൂഫുൽ ഖൽഖലാണ്. മുദ്ബിരീൻ അവിടെ വഖഫിന്റെ സന്ദർഭത്തിൽ നീട്ടി നിർത്തണം. മുദ്ബിരീൻ മുദ്ബിരീൻ എന്ന് ഓതുന്ന ചില ആൾക്കാർ. മുദ്ബിരീൻ അങ്ങനെയല്ല, മുദ്ബിരീൻ ദാലിന് സുക്കൂനാണ്. ഹറൂഫുൽ ഖൽഖല ദാല് ഇൽഹാർ ചെയ്ത് നല്ലോണം വെളിവാക്കിയിട്ട് തന്നെ ഓതണം. പിന്നെ ഫജഅലഹും ജുദാദൻ ഫജഅലഹും അവിടെ മീമ് ശരിക്ക് ഫജഅലഹും ജുദാദൻ 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 എന്ന് മണിക്കാൻ പാടില്ല. അവിടെ ഇൽഹാർ ചെയ്യണം. ജുദാദൻ ഇല്ല കബീറല്ലഹും അവിടെ കബീറല്ലഹും എന്നുള്ളത് തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ. കബീറല്ലഹും എന്ന് കബീറല്ലഹും എന്നല്ല, അവിടെ ഇദ്ഗാം ബിലാ ഗുന്ന ബിദൂനി ഗുന്ന. കബീറൻ എന്നുള്ളതല്ല. ഇവിടെ പോയി മാർക്കറോടെ കബീറൻ എന്നുള്ള തൻവീൻ ഉണ്ട്. ആ തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മണിക്കാൻ പാടില്ല. കബീറൻ അതുകൊണ്ടാണ് ലാമിന് ശബ്ദം ഉണ്ടാവും. കബീറല്ലഹും പിന്നെ ലഅല്ലഹും ഇലൈഹി യർജിഊൻ അവിടെ യർജിഊൻ വഖഫിൻ്റെതാകുമ്പോൾ അവസാനത്തിൽ നീട്ടണം. നീട്ടുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ പിന്നെ നിർത്തുമ്പോൾ സാധാരണ സുക്കൂനാണ് വരിക. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഇർജിഊൻ എന്നുള്ള വാവിന് സുക്കൂനാണ്, ഇർജിഊൻ എന്നുള്ള നൂനിനും സുക്കൂന് വരും. ഇപ്പോൾ നോക്കിക്കോ, ഇർജിഊൻ യർജിഊൻ ഇവിടെ ശരിക്കും വാവിന് അതിൻ്റെ ഹർക്കത്ത് സുക്കൂനാണ്. പിന്നെ നിർത്തുമ്പോൾ ഇത് സുക്കൂനായിരിക്കും. അന്ന് വഖഫിൻ്റെ നിയമത്തിൽ അങ്ങനെയാണല്ലോ. ഈ രണ്ട് സുക്കൂന് ഒരുമിച്ച് വരുമ്പോൾ ഇത് കുറച്ച് നീട്ടിയിട്ട് നിർത്തണം. ഇർജിഊൻ. പിന്നെ ഖാലൂ മൻ ഫഅല മൻ ഫഅല എന്നല്ല, മൻ ഫഅല അവിടെ നൂൻ ഇൽഹാറിൻ്റെ അക്ഷരമല്ല, ഫാ ഇൽഹാറിൻ്റെ അക്ഷരം ഇല്ലാത്തതുകൊണ്ട് മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ആലിഹത്തിന എന്നുള്ളത് നീട്ടി ഓതണം. ശേഷം ഇന്നഹു എന്നുള്ള അംശം വരുന്നത്. പിന്നെ ഇന്നഹു ലമിനദ്ദാലിമീൻ ലമിനദ്ദാലിമീൻ ളാലിമീൻ അവിടെ ലമിനദ്ദാലിമീൻ അദ്ദാലിമീൻ എന്നുള്ള നേരത്തെ പറഞ്ഞ നീട്ടിയാണ് നിർത്തേണ്ടത്. പിന്നെ ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യദ് ദ സുകൂനാണ്. യദ് ദ നാവിൻ്റെ രണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിലാണ് ദ. യദ്കുറുഹും എന്നല്ല, യദ്കുറുഹും. റാക്ക് സുക്കൂനല്ല, ദമ്മൻ. യദ്കുറുഹും എന്നല്ല, യദ്കുറുഹും യദ്കുറുഹും. യുഖാലു ലഹു ഇബ്രാഹിം യുഖാലു ലഹു അവിടെ ലഹു എന്ന് കഴിഞ്ഞിട്ട് ആ ഹംസന്റെ മുമ്പ് ചെറിയൊരു മദ് വരുന്നുണ്ട്. ഇബ്രാഹിം
ഇബ്രാഹിം അല്ല, ഇബ്രാഹിം. അതാണ് ശരിക്കുള്ള ഉച്ചാരണം. ഇബ്രാഹിം. കാരണം ബ എന്നുള്ളത് എന്താണ്? ഹുറൂഫുൽ ഖൽഖലയിൽ പെട്ടതാണ്. ബ സുക്കൂന് വന്നാൽ ഇബ് ബ് ബ് എന്നുള്ള ഉച്ചാരണം തന്നെ നമ്മൾ സാധാരണ പറഞ്ഞ് ബ്രൈ ആയിന്. നമ്മൾ ഇബ്രാഹിമാണ്. ശരിക്കും ഇബ്രാഹിം എന്നാണ് ശരിക്കുള്ള പദം, ഇബ്രാഹിം. അപ്പം ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് ഈ വിഗ്രഹങ്ങളുടെ നിരർത്ഥകത അവനെ ബോധ്യപ്പെടുത്തി. ഇത് പറയും വത്തല്ലാഹി. ഇതൊരു ഖസമിന്റെ സീഗയാണ്. നമ്മൾ സാധാരണ വല്ലാഹി പറയല്ലോ. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണ് സത്യം. ഈ വാവ് ഖസമിന്റെ വാവാണ്. ഖസം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം ചെയ്യുക. അതുപോലെ തന്നെ താവും ഖസമിന്റെ താ ഉണ്ട്. വാവ് പോലെ തന്നെ താവും ഖസമിന്റെ താ ഉണ്ട്. വല്ലാഹി എന്നും പറയാം, തല്ലാഹി എന്നും പറയാം. സാധാരണ അധികം ആളുകൾ ഉപയോഗിക്കലും വല്ലാഹിയാണ്. ഖുറാനിലൊക്കെ അത് വന്നിട്ടുള്ള വല്ലാഹി തന്നെയാണ്. പിന്നെ ആ ആദ്യത്തെ വാവ് അത്തഫിന്റെ വാവട്ടെ, അത് പിന്നെ ഹദ്ദിന് പെട്ടതല്ല. വത്തല്ലാഹി, താ എന്ന് പറഞ്ഞാൽ അതൊന്നും ഖസമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ സത്യം ചെയ്ത് പറയാണ് ലഅകീദന്ന. കൈദുൻ എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രം, കൈദുൻ. അപ്പോൾ ഇവിടെ ലഅകീദന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ലഅകീദന്ന അവിടെ നോക്കുക, ലഅകീദന്ന എന്നിടത്ത് തൗക്കീദ് ഉണ്ട്. ഇത് ലാമു തൗക്കീദാണ്. ഇത് ലാമു തൗക്കീദാണ്. ഈ ലാം. അതുപോലെ തന്നെ ഇത് നൂന് തൗക്കീദാണ്. ഇതും തൗക്കീദാണ്. അപ്പൊ രണ്ട് തൗക്കീദ് ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പിച്ചു പറയാം. ലഅകീദന്ന, ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ലഅഫ്അലന്ന എന്ന് പറഞ്ഞാൽ ഞാൻ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പറഞ്ഞത് ലഅകീദന്ന. കൈദുൻ എന്ന് പറഞ്ഞാൽ തന്ത്രം, കുതന്ത്രം എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. പിന്നെ മക്കറല്ലാ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കൈദ്. ലഅകീദന്ന, ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. എന്തിന്റെ മേൽ? അസ്വനാമക്കും. സ്വനമിന്റെ ജമ്മാണ് അസ്വനാം. സ്വനം എന്ന് പറഞ്ഞാൽ എന്താ? വിഗ്രഹങ്ങള്. വസനുണ്ട്, സ്വനമുണ്ട്. ഇത് രണ്ടും നമ്മൾ വിഗ്രഹം എന്നർത്ഥം പറയും. പക്ഷെ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. വസനും സ്വനമും ചെറിയ വ്യത്യാസമുണ്ട്. വസൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളല്ലാത്ത ആരാധ്യ വസ്തുക്കളും എന്ത് ചെയ്യും? പെട്ടും. ഏതില്? വസനിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖബറിനെ കുറിച്ച് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. സ്വനമൻ യുഅബദ് എന്നല്ല. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അപ്പൊ വസൻ എന്ന് പറഞ്ഞാൽ അതിൽ വിഗ്രഹവും, ചിലപ്പോൾ വിഗ്രഹമാകാം, ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ ഒരു ജാറമാകാം, ചിലപ്പോൾ ഒരു മരക്കുറ്റിയാകാം, ചിലപ്പോൾ ഒരു പിന്നെ വേറെന്തെങ്കിലും ആകാം, ചിലപ്പോൾ എലിയാകാം, പൂച്ചയാകാം, ഒക്കെ ആകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും എന്ത് പറയും? വസൻ. അതിന്റെ ജമ്മാണെന്ത്? ഔസാൻ. അതിന്റെ ജമ്മാണെന്ത്? ഔസാൻ. എന്നാൽ സ്വനം എന്ന് പറഞ്ഞാൽ കുത്തി ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങൾക്കാണ് പറയാം. കുത്തി ഉണ്ടാക്കി, മനുഷ്യന്മാർ കൈകൊണ്ട് കുത്തി ഉണ്ടാക്കിയാണ് പറയാം. അതിന്റെ ജമ്മാണെന്ത്? അസ്വനാം. അപ്പൊ ഇവർ ആരാധിച്ചിരുന്ന എന്തിനെയാണ്? അസ്വനാം എന്ന് പറഞ്ഞാൽ ഇവർ കൈകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പിയും അതുപോലെ തന്നെ കൂട്ടക്കാരൊക്കെ കൊത്തി ഉണ്ടാക്കിയ സ്വനമുകളെയാണ് അവർ ആരാധിച്ചത്. അതിന്റെ ആരാധന ഒരു കേന്ദ്രവും അതുപോലെ തന്നെ ഒരു പിന്നെ ക്ഷേത്രക്കട ഉണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അസ്വനാമക്കും, നിങ്ങളുടെ സ്വനമുകൾ, നിങ്ങളുടെ സ്വനമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സ്വനമുകൾ എന്ന് പറയുമ്പോൾ ഒന്നും ഒഴിവില്ല. കാരണം പിന്നെ എല്ലാ സ്വനമുകളും എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ സ്വനമുകളും, ആ സ്വനമുകൾക്കെതിരെ ഞാനൊരു കുതന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. എപ്പെന്നറിയോ? ബഅദ അൻ തുവല്ലൂ,
വല്ലായവല്ലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്തിരിയ, മുദ്ബിരി എന്ന് പറഞ്ഞാൽ പിറകോട്ട് പോകുക. അതായത് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം, ഇവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ഒരു കുതന്തം പ്രയോഗിക്കത്തില്ല. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ ആളുകൾക്ക് വർഷത്തിലൊരു ഈദ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ കൗമിനും ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു പെരുന്നാൾ, അപ്പോൾ കൊണ്ടോട്ടിർച്ച, അതുപോലെ തന്നെ മമ്പറന്നിർച്ചയൊക്കെ പറഞ്ഞുള്ള ഓരോ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആഘോഷം എല്ലാ കൗമിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെ ഈ വിഗ്രഹാരാധനയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു ഈദ് ഉണ്ടായിരുന്നു. വക്കാന ലഹും ഈദുൻ യഖ്റുജൂന ഇലൈഹി. ആ ഈദിൻ്റെ ദിവസം ആ ഈദ് അടുത്തു വന്നപ്പോൾ ഇബ്രാഹിം നബിൻ്റെ പിതാവ് പറഞ്ഞു, യാ ബുനയ്യ ലൗ ഖറജ്ത മഅനാ ഇലാ ഈദിനാ ലഅജബക ദീനുന. ഇബ്രാഹിം നബി ഇതൊക്കെ ഇങ്ങനെ എതിർത്തിങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ വാപ്പ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ജിബ് ഇതൊക്കെ എതിർത്തരും, ഞങ്ങളെ ആ പെരുന്നാളിനൊന്ന് വന്ന് നോക്ക്, ഒന്ന് വന്നാൽ മതി. അപ്പം കാണാൻ ഞങ്ങളെ ഇതിൻ്റെ ഒരു മഹത്വം കാണാം. ഞാനല്ലേ കൊണ്ടോട്ടിരിച്ചൊക്കെ ഒന്ന് വന്ന് നോക്ക്, അപ്പം കാണാം. അപ്പം രണ്ടാമത് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ. അപ്പോൾ പിന്നെ അതായത് ഇജ്ജത്തിനൊക്കെ എതിർത്ത് നടക്കുന്ന ആളാണല്ലോ ഈ. പക്ഷെ അതിനൊന്ന് വന്ന് നോക്കുക, അപ്പം എനിക്ക് എൻ്റെ ഞങ്ങളുടെ ഈദിൻ്റെ മഹത്വം കാണാം എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഇബ്രാഹിം നബി എന്നാ പോയി നോക്കുക. ഇബ്രാഹിം നബി എന്ത് ചെയ്ത്? ഓലെ തെറ്റിക്കണ്ടല്ലോ. അപ്പോൾ ഫഖറജമാണ്. അങ്ങനെ പക്ഷെ വഴിയിലെത്തിയപ്പം ഇത് ഇബ്രാഹിം നബിയുടെ തന്ത്രമാണ്. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇപ്പോൾ പെരുന്നാളിലും ഓല നേർച്ച കാണാനൊന്നും പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്ത്രമായിരുന്നു. അങ്ങനെ ഫലമ്മാ കാന ബിബഅദി ത്വരീഖ് അൽഖാ നഫ്സഹു ഇലൽ അർളി. കുറച്ചാണ്ടെത്തിയപ്പോൾ ഇബ്രാഹിം നബി ഭൂമി കണ്ടിരുന്ന് അഭിനയിച്ച് അൽഖാ പിന്നെ നഫ്സഹു ഇലൽ അർളി എന്ന് പറഞ്ഞാൽ ശരീരം ഭൂമിയിലേക്കാണ്. നമ്മൾ സാധാരണ തല കുഴഞ്ഞൊക്കെണ്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കണ മോഡല് ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്നു. വഖാല ഇന്നി സഖീം. ഇനി കഴിയൂല, എനിക്ക് അസുഖമാണ്, ഇനി മുന്നോട്ട് പോരാ, എനിക്ക് പോരാൻ കഴിയില്ല, ഞാൻ രോഗിയാണ് എന്നാര് പറഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ ഇവരവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചിലക്ക് പിന്നെ അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറുള്ള ആളുകളൊക്കെ ഇങ്ങനെ പിന്നെ പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ പോരില്ല? കാല ഇന്നി സഖീം, രോഗിയാണ് പറഞ്ഞു. അപ്പോൾ മൂപ്പര് മെല്ലെ പറഞ്ഞു, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മെല്ലെ പറഞ്ഞ വാചകട്ടല്ലോ, അല്ലാഹി തഅഖീദന്ന അസ്നാമക്കും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിനയിച്ചിരിക്കുമ്പോൾ ഇബ്രാഹിം നബി മെല്ലെ പറഞ്ഞു, കാട്ടിത്തരങ്ങളെ വിഗ്രഹങ്ങളൊക്കെ എല്ലാവരും പോയി കഴിയട്ടെ. ഇതിൽ പോകുന്ന ഒരാൾ കേട്ടു, തല്ലാഹിലാക്കി തന്നെ അസ്നാമക്കും ബഅദൻ തുവല്ലു മുദ്ബിരി എന്നുള്ളത് ആര് കേട്ടു? ഒരാൾ കേട്ടു. പക്ഷെ മൈൻഡ് ചെയ്തില്ല, അങ്ങനെ മുപ്പരോട് പോയും ചെയ്തു. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മെല്ലെ പറഞ്ഞൊരു വാചകം. അപ്പൊ നമുക്കൊരു സംശയം എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇന്നി സഖീം. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രോഗമുണ്ടോ? ഇല്ല. അപ്പൊ കള പറയാൻ പറ്റുമോ? ഇബ്രാഹിം നബി കള പറഞ്ഞു. അമ്പിയാക്കന്മാര് വക്കാന സിദ്ദീഖൻ നബിയ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഹദീസിൽ കാണാൻ 3 തവണ അദ്ദേഹത്തിന് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഹദീസ് നിഷേധിച്ചു ചില ആൾക്കാർ, 3 സാഹിബൊക്കെ നിഷേധിച്ചു. അപ്പോൾ അതിന് പിന്നെ സനാഉല്ലാഹ് മുർത്തസിർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തൊരു മറുപടി ഉണ്ട്. അല്ല സാഹിബ്, 2 ഖുർആനിലുള്ളതാണ്, 1 ഹദീസിലുള്ളൂ. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യ സാറയുമായി പോകുമ്പോൾ, അത് ഖുർആനിലില്ല. സാറയുമായി പോകുമ്പോൾ ഒരു രാജാവ് അവരെ തടഞ്ഞു വെച്ചല്ലോ. അപ്പം സാറ അതിസുന്ദരിയായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഒരു ആകൃഷ്ടനായി. പിന്നെ ഇത് ഭർത്താവാണെന്ന്, കാരണം അയാൾക്ക് കല്യാണം കഴിക്കണം, സാറയെ കല്യാണം കഴിക്കണം. ഭർത്താവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? ഇബ്രാഹിം നബിനെ കൊല്ലും. അതേ സമയത്ത് സഹോദരനെന്ന് അറിഞ്ഞവനെ കല്യാണം കഴിക്കാൻ തടസ്സമില്ലല്ലോ. അപ്പോൾ സഹോദരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ തടസ്സമല്ല.
അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു സാറയോട്, ഞാൻ പറയും ധാര ചോദിച്ചാൽ എൻ്റെ സഹോദരിയാണ്. ശരിക്കും സഹോദരനെയാണ്, എൻ്റെ സഹോദരിയാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഇന്നി സഖി എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഞാൻ അടുത്ത ശേഷം വരുന്നുണ്ട്. വല്യൂപ്പൻ്റെ കൗത്തില് കോടാലി തൂക്കിയിട്ട് പറഞ്ഞു അതാ വലിയ ആളേക്കാർ ചെയ്ത്. യഥാർത്ഥത്തിൽ ഇതിന് കളവ് എന്നല്ല പറയും, ഇത് തൗരിയ എന്ന് പറയും. എന്താ പറയാ? തൗരിയ. തൗരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാൽ, അതായത് നമ്മൾ പറയുന്ന ഉദ്ദേശം വേറെ ആയിരിക്കും, പക്ഷെ കേൾക്കണം വേറെ മനസ്സിലാക്കുക. അതൊരു തന്ത്രമാണ്, കളവല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഇപ്പം നാളെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ മുനാഫിക്കുകളും ചാരന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും നാളെ രാവിലെ നമുക്ക് തെക്കോട്ടാൻ വേണ്ടി, അവിടെ കുറച്ച് ആൾക്കാർ യുദ്ധത്തിന് പോകണം, അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോട്ടെ, നാളെ രാവിലെ തെക്കോട്ട് പോകണം. അപ്പോൾ ചാരന്മാർ വിവരം കൊടുക്കുക നബി തെക്കോട്ട് വരുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ച സാഹബത്ത് തെക്കോട്ട് നമുക്ക് വടക്കോട്ടാ പോണ്ടി അറിയാം. അപ്പൊ ഒരു തന്ത്രമാണ്. അൽ ഹർബ് ഖിദ്അ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ നോക്കിക്കോ, ഈ മൂന്ന് സംഭവങ്ങളിലും യഥാർത്ഥത്തിൽ അത് കളവല്ല. ഇന്നി സഖീ എന്ന് പറഞ്ഞു, ഞാൻ രോഗിയാണ്. ഏത് വിഷയത്തിൽ? എനിക്ക് നിങ്ങളുടെ ശിർക്കിന്റെ വിഷയത്തിൽ ചില രോഗങ്ങളുണ്ട്, എനിക്കങ്ങോട്ട് പോരാൻ പറ്റില്ല. അതല്ലാതെ എൻ്റെ ആ സഖീം എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിക്കൊണ്ട് നിങ്ങളുടേത് എന്താണ് രോഗമാണ്, അതുകൊണ്ട് നിങ്ങളുള്ള രോഗത്തേക്ക് അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അടുക്കാൻ പറ്റില്ല. രണ്ടാമത് ശേഷം വരും ബൽ ഫഅലഹു കബീറും മിൻഹും, ഇതിൽ വലിയ ആളേക്കാരും ചെയ്തിട്ടുണ്ടാകത്. ആരാ ചോദിച്ചപ്പോൾ വലിയ ആളാരാ? ഇബ്രാഹിം നബി അല്ലേ. പക്ഷെ കേൾക്കണം എന്താ മനസ്സിലാക്കുക? കേൾക്കണം എന്താ ആദ്യം മനസ്സിലാക്കിയത്? നിങ്ങൾ ബൽ ഫഅലഹു കബീറും മിൻഹും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ആളാ മനസ്സിലാക്കുന്ന, വലിയ വിഗ്രഹമാണ് ചെയ്തതെന്ന് ഇബ്രാഹിം നബി പറയുന്ന ഒരു മനസ്സിലാക്കും. പക്ഷെ ഇബ്രാഹിം നബി യഥാർത്ഥത്തിൽ പറഞ്ഞെന്തായിരിക്കണം? അവിടെ വലിയ ആളാരാ? ഇബ്രാഹിം നബി തന്നെയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ മനസ്സിലായി, അതിനാണ് തൗരിയ എന്ന് പറയാം. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഇതെൻ്റെ സഹോദരിയാന്ന് പറഞ്ഞു. സഹോദരിയല്ലല്ലോ, മതത്തിൽ സഹോദരിയല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ അത് കളവ് നമുക്ക് പറയാൻ പറ്റൂല. അത് ഖുർആനിൽ പറഞ്ഞതാണ്. അത് ഒരു ചില സന്ദർഭങ്ങളിൽ ചില ഹിക്മത്തുകൾ പ്രയോഗിക്കുമ്പോൾ നടത്തുന്ന പ്രയോഗങ്ങൾ മാത്രമാണ്. അതിപ്പോ അത് പ്രത്യേകിച്ചും ശത്രുക്കളുമായിക്കൊണ്ട് യുദ്ധരംഗത്തും ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളാണ് ഇപ്പൊ ഈ മൂന്ന് സന്ദർഭങ്ങളും ഉള്ളത്. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ അശ്റഫിനെ, മദീനത്തുള്ള ഒരു ജൂതനായ ഒരു വ്യക്തിയെന്ന് കഅബ് ബിൻ അശ്റഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ദ്രോഹിച്ച് വളരെയധികം പ്രയാസപ്പെടുത്തി റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞു, റസൂലുള്ളാഹിനെ പരിഹസിച്ചവരാണ്. അപ്പോൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലീ കഅബ്, കഅബിന്റെ ഷർറ് എനിക്ക് ഒഴിവാക്കി തരാൻ നിങ്ങളിൽ ആരാണുള്ളത്? അപ്പോൾ കുറച്ച് സാഹിബന്മാരുടെ നമ്മളൊക്കെയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ അവർ പോവുകയാണ്. അവർ പോയിട്ട് അവർ ചില കഅബ് എന്ന് പറഞ്ഞാൽ മദീനയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മദീന ഇപ്പോൾ സന്ദർശിച്ച ആൾക്ക് അറിയാം, അയാളുടെ കോട്ടൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും മദീനയിലുണ്ട്. മദീന കുറച്ചപ്പുറത്താണ്, ഇപ്പോഴും കോട്ട അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. അയാൾ വലിയ ഗോത്രത്തലവനും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കയറി ചെന്ന് ഞങ്ങളങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇവർ അദ്ദേഹത്തിൻ്റെ ഗുണകാംക്ഷികളായി അഭിനയിച്ച് രാത്രി ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി കൂടി, എന്നിട്ട് ഇയാൾ നല്ല സോപ്പിട്ട് തലക്ക് ഇങ്ങനെ, നിങ്ങളെ തലക്ക് നല്ല മണക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ നോക്കട്ടെ എനിക്ക് തലന്ന് മണക്കാൻ കഴിയുമോ, നിങ്ങളെ തല താഴ്ത്തി തരുന്നത്, ഒരാൾ താഴ്ത്തിട്ട് വിട്ടു. അപ്പം അതെന്താ വെച്ചാൽ അതൊരു കളവാണോ? അതിനാണ് തൗരിയ എന്ന് പറയുന്നത്. അതൊരു ശത്രുവുമായിക്കൊണ്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്ന, അതിനാണ് പറയുന്നത്. അതായത് കളവല്ല, പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ആൾക്ക് വേറെ അർത്ഥമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതിനൊരു തൗരിയ എന്നാണ് പറയുക. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എത്രത്തോളം ചോദിച്ചാൽ ഇനി കളവ് തന്നെയും ഇസ്ലാം അനുവദിച്ച മേഖലകളുണ്ട്. കളവന് ഇസ്ലാം അനുവദിച്ച മേഖലയുണ്ട്. ഭാര്യയുടെ ഭർത്താവിനിടയിൽ സുലഹ് ഉണ്ടാക്കുക, രണ്ടാളുകൾക്കിടയിൽ സുലഹ് ഉണ്ടാക്കുക റസൂലുള്ളാഹി അനുവദിച്ച മേഖലയാണ്. ഭാര്യയും ഭർത്താവും തെറ്റി നോട്ടിക്കോളി, അവർ മധ്യസ്ഥം വന്നിട്ട് ഭാര്യനോട് പറയണം, മൂപ്പരെന്താ പറഞ്ഞാൽ എനിക്കറിയാം, ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഇതാണ് മറ്റാണ് മൂപ്പരെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇതെങ്ങനെങ്കിലും ഇണക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ ഭാര്യക്ക് തോന്നും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഈ പുതിയാപ്പിളിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാം, ഓളെന്തൊക്കെയാ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണ്, ചാനയാണ്, ചേരയാണ്, മാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം ജീവിക്കാൻ കഴിയില്ല, കുറച്ച് ദിവസം വിട്ടുന്നപ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങാറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സെന്ത് ചെയ്യും?
ചെയ്യണം. അവിടെ ഇസ്ലാം അനുവദിച്ചൊരു മസ്ലഹത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആളുകൾ തെറ്റിക്കാനല്ല. അപ്പം അതുപോലും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും, ഇസ്ലാം അനുവദിച്ചു. അപ്പോൾ ഇതൊരു കളവ് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഇബ്രാഹിം നബി മെല്ലെ പറഞ്ഞല്ലോ, എന്ത് ലാക്കി തന്നെ അസ്നാമുക്കും. അതൊരാൾ കേട്ടിട്ടുണ്ട്, മൂപ്പരത് കേട്ടത് പാടി കേൾക്കാത്ത പാതി മൂപ്പരങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത് അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഫജഅലഹും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ആക്കി. അവിടെ നോക്കിക്കോ, ഈ വിഗ്രഹങ്ങൾ അവിടെ അള്ളാഹു പ്രയോഗിച്ചത് വെച്ചാൽ ഫജഅലഹ എന്നല്ല, ഫജഅലഹും. ഹും എന്ന് സാധാരണ പ്രയോഗിക്കൽ എന്താ വെച്ചാൽ ബുദ്ധിയുള്ള ആളുകളോട് പറയുമ്പോഴാണ്. അപ്പൊ അവരെ ആക്കി, അതിനെ ആക്കി എന്ന് പറയാതെ അവരെ ആക്കി എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച്. അതെന്താ വെച്ചാൽ, കാരണം ഈ ആളുകൾ കേൾക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു എന്നതാണല്ലോ ഇവരുടെ വിശ്വാസം. ഇപ്പോൾ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും ഖുർആൻ പറഞ്ഞല്ലോ. ഒന്ന് വിഗ്രഹങ്ങളാണ്, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾ കേൾക്കില്ലല്ലോ. അവിടെ ഹും ഇൻ തദ്ഉഹാദല്ല, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ. അപ്പോൾ ഒരു ബുദ്ധിയില്ലാത്ത വസ്തുവാണെങ്കിൽ പോലും ഇത് ആരാധിക്കുന്നവർ വിശ്വസിക്കുന്ന എന്താണ്, ഇവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനുഷ്യന്മാരെ പോലെ തന്നെയാണ്, അറിയുന്നുണ്ട് എന്നുണ്ടോ. ഇപ്പം നമ്മൾ സി എം മടവൂരിനെ പറ്റി നമ്മളെ കോമ വിശ്വസിക്കണം എന്താ, ഒക്കെ അറിയുന്നുണ്ട്, മൂപ്പരുണ്ട്. ആ സാധു ഇപ്പോൾ ജയിലിലാണ്. പണ്ട് സി എം മടവൂർ സൗദി അറേബ്യയിൽ നിന്ന് ആളെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിനി. ഇപ്പം കേരളത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയണില്ല. ഇവരെ വലിയ മുരീദ ഇപ്പോൾ ജയിലയക്കണേ. മനസ്സിലായില്ലേ? സി എം മടവൂരിൻ്റെ മതം പറയാൻ വേണ്ടി മാത്രം ചാനലുണ്ടാക്കി അതിന് നുണയും പറഞ്ഞെടുക്കണ ആളാണ് ഇപ്പോൾ ജയിലിലായത്. ഇപ്പോഴാണ് ശരിക്കും ഇവരെ കറാമത്ത് വെളിപ്പെടുന്നുണ്ട്. ഇവർ ഫ്ലൈറ്റ് കയറി മക്കത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ സൗദി ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞ ഫജഅലഹു, അതുകൊണ്ടാണ് ജഅലഹും എന്ന് പറഞ്ഞത്. ഹും ജുദാദൻ, അതായത് അതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ആക്കി മാറ്റി ജുദാദ്. ജുദാദ് എന്ന് പറഞ്ഞാൽ ഇനി കഷ്ണമാക്കിയതാണ്. ചെറിയ കഷ്ണങ്ങൾക്കാണെന്ന് പറയാ ജുദാദ് എന്ന് പറയാം. അതായത് എല്ലാ വിഗ്രഹങ്ങളെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, ജുദാദനാക്കി. അതിൽ നമ്മൾ സാധാരണ കുത്തിയുറുക്കരുത്. അതായത് ഇപ്പം ചെറിയ വിറകിൻ്റെ ചെറിയ പീസുകൾക്ക് ജുദാദ് എന്ന് പറയും. ജുദാദുൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ വിറകിൻ്റെ ചെറിയ പീസുകൾ, വലിയ വിറകൊക്കെ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ ജുദാദ് എന്ന് പറയും. ഇതുപോലെ വിഗ്രഹങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, കുത്തി നുറുക്കി. ചില രൂപത്തിൽ കാണാം, അത് ഏകദേശം 70 ചില്ലാനം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പലതും സ്വർണം കൊണ്ടുള്ളതുണ്ട്, വെള്ളി കൊണ്ടുള്ളതുണ്ട്, മരങ്ങൾ കൊണ്ടുള്ളതുണ്ട്, സ്വർണം പൂശിയതൊക്കെ ഉണ്ട്. അങ്ങനെ പല വിഗ്രഹങ്ങളുണ്ട്. ഈ വലിയ ഇല്ലാ കബീറല്ലഹും, അവരിൽ ഏറ്റവും വലിയവനും ഇതാക്കിയില്ല എന്ന് പറഞ്ഞാൽ വലിയ ആളെ അവിടെ നിർത്തിയിട്ട് അപ്പോൾ വലിയൊരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ മെയിൻ ആള്, വലിയ ആള്, വല്യൂപ്പൻ നമ്മൾ പറഞ്ഞു, വല്യൂപ്പനെ മാത്രം ഒന്നും ചെയ്തില്ല. ബാക്കിയുള്ള ചെറിയ ആളുകളെല്ലാം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ജുദാദനാക്കി എന്ന് പറഞ്ഞാൽ ശരിക്ക് കൊത്തി നുറുക്കി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ വലിയ വിഗ്രഹത്തെ ഉണ്ടാക്കിയത് സ്വർണത്തിൻ്റെ ഒക്കെ വിഗ്രഹങ്ങളായിരുന്നു എന്നുള്ള ചക്രവാത്തിൽ കാണുന്നുണ്ട്. വല്ലാഹു അഅലം ബിസ്സവാബ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു നാട് മുഴുവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിൽ കയറിയിട്ട് ഒറ്റക്കാണ് ഇപ്പോൾ ഇതൊക്കെ പണി. ഇപ്പോഴത്തെ രാത്രിയാണിത്. ഇവർക്ക് പോയതല്ലേ, ആരാധനക്ക് പോയതാണല്ലോ. സാധാരണ ഈ ഈദുകളൊക്കെ എപ്പോഴാണ് ഉണ്ടാകുക, രാത്രി സമയത്താണ് ഉണ്ടാകുക. അപ്പം ഇത് ഒറ്റക്ക് ചെയ്തു. അപ്പോൾ വലിയ ആളെ മാത്രം എന്ത് ചെയ്തു, അവിടെ നിർത്തി. എന്തിനാണ് നിർത്തിയെന്ന് ചോദിച്ചാൽ ലഅല്ലഹും ഇലൈഹി യർജിഊൻ, ഒരു പക്ഷേ അവർ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരുന്നവരായേക്കാം. അതിന് 2 വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. ലഅല്ലഹും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരുന്നവരായേക്കാം എന്ന് ചോദിച്ചാൽ ഈ അദ്ദേഹം ആരാണ്? ഒന്നുകിൽ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാകാം. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വെച്ചാൽ, ഈ വിഗ്രഹങ്ങൾ ഈ വലിയ ആള് സാധാരണ ഒരു വരുമ്പോൾ മൂപ്പരിങ്ങനെ കഴുത്തിലാണ് കൊടുത്തിട്ടെന്നും മഴ കൊടുത്തിട്ടൊന്നുണ്ട്, ഞാൻ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും കഴുത്തിൽ ഇയാളിങ്ങനെ മഴ ഇങ്ങനെ തൂക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനെ എന്താ പറയുക,
തലകുത്തനെ വീണ് കിടക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ അവർക്കൊരു പക്ഷേ ഈ വിഗ്രഹങ്ങളൊക്കെ ആരോ കൊത്തി നുറുക്കിയിട്ട് ആ കൊത്തി നുറുക്കിയ ആളെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മതത്തിലേക്ക് അവരെന്ത് ചെയ്തേക്കാം, മടങ്ങി വന്നേക്കാം. അതാണ് ലഅല്ലഹും ഇലൈഹി യർജിഊൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്ന ആദർശത്തിലേക്ക് മടങ്ങി വന്നേക്കാം എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇവർ ഈ വിഗ്രഹങ്ങളിലേക്ക് മടങ്ങിയേക്കാം എന്നാൽ അവനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. കാരണം ഇവർ ഇങ്ങനെ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ ഈ വലിയ വിഗ്രഹം, ഞാൻ വലിയ ആളാണ്, ഇതൊക്കെ ചോട്ട സാധനങ്ങളാണ്, അപ്പം എന്നെ ഒരു ആരാധിക്കേണ്ട ചോട്ട സാധനങ്ങളെ ആരാധിക്കണ്ട, അതെങ്ങനെ ശരിയാകും, ഞാനല്ലോ വലിയ ആൾ, അതുകൊണ്ട് നിങ്ങളാരും വേണ്ട എന്ന് വിചാരിച്ചിട്ട് വലിയ വിഗ്രഹങ്ങൾ, ഈ വലിയ വിഗ്രഹം ചെറിയ വിഗ്രഹങ്ങൾ മുഴുവനും കുത്തി നുറുക്കിയതായിരിക്കാം എന്ന വിശ്വാസപ്രകാരം അവർ ആ വലിയവനിലേക്ക് മടങ്ങി വന്നേക്കാം. രണ്ടായാലും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. അതായത് അവർ ചിന്തിക്കാൻ ഒരു വകുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അല്ല വിഗ്രഹത്തെ തകർക്കുക എന്നാണെങ്കിൽ ആദ്യം തകർക്കേണ്ട എന്താ, വലുതല്ലേ? വിഗ്രഹം തകർക്കൽ മാത്രമാണ്, വംശനം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഇബ്രാഹിം നബി ആദ്യം തകർക്കിയതാ വലിയ ആളല്ലേ, വലിയപ്പനെ തകർക്കുക. അപ്പൊ അതല്ല, വിഗ്രഹത്തെ തകർക്കലല്ല ലക്ഷ്യം. നേരെ മറിച്ച് പോലെ വിശ്വാസത്തെ തകർക്കുകയും അവർക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം കൊടുക്കുക, ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക. അതിന് ചില ഹിക്മത്തുകൾ പ്രയോഗിക്കും. അപ്പൊ ഇന്ന് നമുക്ക് പറ്റുവെച്ചത് നമ്മളെ ശരീഅത്തല്ല, അത് ഇബ്രാഹിം നബിന്റെ ശരീഅത്താണ്. മാത്രമല്ല ഇബ്രാഹിം നബി ആരാ? പ്രവാചകനല്ലേ? ആ പ്രവാചകൻ ഒരു കാര്യം ചെയ്യുമ്പോൾ വെറുതെ ചെയ്യൂല. ഇപ്പോ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിനെ കൊന്നില്ലേ? ഖുർആന്റെ സൂറത്ത് കഹ്ഫിലില്ലേ? നമ്മൾ പിടിച്ചാൽ ഇവിടെ ഖിദർ നബി ഒന്നും, അതുകൊണ്ട് എനിക്ക് കൊല്ലറിയാൻ പറ്റില്ല, ഇവിടെ ജയിലിൽ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്താൽ പിന്നെ ഖിദർ നബി ഉണ്ടല്ലോ. ഒരു പ്രവാചകൻ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകൻ വിലക്കി. മാത്രമല്ല അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളെ സബ്ബ് ചെയ്യാൻ പാടും. വലാ തസബ്ബുല്ലദീന തോന്നല്ലേ, നിങ്ങൾ ചീത്ത പറയാൻ പോലും, പരസ്യമായി ചീത്ത പറയാൻ പോലും പാടില്ല. അപ്പൊ ഫയസബ്ബുല്ലാഹ അദ്വൻ ബിഗൈരിഹിം, അവരിങ്ങോട്ട് ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. പിന്നെ ഏതായാലും നമ്മുടെ ശരീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മക്കയിൽ കഅബയിൽ വിഗ്രഹം ഉണ്ടല്ലോ അല്ലേ? കഅബയിൽ വിഗ്രഹമുണ്ട്. 300 ചില്ലാനം വിഗ്രഹങ്ങൾ കഅബയിൽ ഉണ്ടായിരുന്നു. ഏതുവരെ? മക്കം ഫത്ത് വരെ. എന്നാ മക്കം ഫത്ത് ഉണ്ടായത്? ഹിജ്റ 5-ലൊന്നുമില്ല, 5-ലൊന്നും ഉണ്ടായില്ല. ഹിജ്റ 8-ലാണ് മക്കം ഫത്ത് ഉണ്ടായത്. ഹിജ്റ 8-ലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം എവിടെ ജീവിച്ചു? മക്ക ജീവിച്ചു. പ്ലസ് 7 വർഷം മദീനയിൽ ജീവിച്ചു, മക്ക ഫത്തുണ്ടാകുന്ന മുമ്പ്. അപ്പൊ എത്രയായി? 20 കൊല്ലം. ഈ 20 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കഅബയ്ക്ക് നമസ്കരിച്ച്? വിഗ്രഹമുള്ള കഅബയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഹജ്ജ് എന്താ പറയാ ഹുദൈബിയയിൽ ഉംറ ചെയ്യാൻ വേണ്ടി വന്നല്ലോ അല്ലേ? അപ്പൊ ഉംറ ചെയ്യാൻ വേണ്ടി വന്ന് അഥവാ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർക്ക് ഉംറ ചെയ്യാൻ അനുവാദം കൊടുത്തു നോട്ടിക്കൊള്ളു. എന്നാൽ ഏത് കഅബനെ തവാഫ് ചെയ്യണ്? ഈ 300 ചില്ലാനം വിഗ്രഹമുള്ള കഅബനാണ് തവാഫ് ചെയ്യണത്. ഇനി പ്രവാചകൻ ശേഷമുള്ള അഥവാ ഹിജ്റ 7-ാമത്തെ വർഷം പ്രവാചകൻ എന്ത് ചെയ്തു? ഉംറ ചെയ്യേണ്ടി വന്നു. ആ വന്നപ്പോഴും പ്രവാചകൻ തവാഫ് ചെയ്തത് തന്നെയാണ് വിഗ്രഹമുള്ള. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ 300 ചില്ല ഇബ്രാഹിം നബിന്റെ അടക്കം വലിയ വിഗ്രഹം കാബിന്റെ ഉള്ളുണ്ട്. ആ കാബിലേക്ക് റസൂൽ പ്രാർത്ഥിക്കണത്, ആ കാബിലേക്ക് റസൂൽ നിസ്കരിക്കണത്, അവിടെ കുഴപ്പമുണ്ടോ? അത് 6 മാസക്കാലം. അത് മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും പ്രവാചകൻ കാബന്റെ ബാക്കിൽ നിസ്കരിക്കുക. അതായത് ഇപ്പൊ ഇവിടെ ബൈത്തുൽ മഖ്ദിസാന്ന് കൂട്ടിക്കോളി, ഇത് കാബയാണ്. ഇവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഇവിടെ നിസ്കരിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ എവിടെ നിസ്കരിക്കുക? കാബന്റെ ഇവിടെ നിസ്കരിക്കുക. അതെന്താ വെച്ചാൽ കാബ് കൂടി ഉൾപ്പെടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ?
അത് ഇവിടുന്നല്ല നിസ്കരിക്കുക. റസൂലുള്ളാഹി നിസ്കരിക്കുക ഇവിടെ കിബില തന്നെയാണ്, പക്ഷെ കഅബ കൂടി മുമ്പിലാക്കിക്കൊണ്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നത്, നിസ്കരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പം എപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞ ഹിജ്റ 8-ാമത്തെ വർഷം. അതും പ്രവാചകൻ എന്ത് ചെയ്തു, അധികാരം കിട്ടിയതിൻ്റെ ശേഷം. അതാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അധികാരം ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് അധികാരം ഉണ്ടാകുമ്പോഴേ ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ, അനുവാദമുള്ളൂ. മനസ്സിലല്ലേ? അതെന്താ അങ്ങനെ വെച്ചാൽ അങ്ങനെ അത് അധികാരം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു 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 രാജ്യത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ പവർ എന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലം മുതലും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. മനസ്സിലല്ലേ? അത് പിന്നെ അതാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചെയ്തത് അദ്ദേഹത്തിന്റെ ശരീഅത്തിൽ അള്ളാഹുവിന്റെ വഹി പ്രകാരം ചെയ്തതാണ്. അതുപോലെ തന്നെ അത് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ്, ആളുകളെ ചിന്തിപ്പിക്കുക, തൗഹീദിന്റെ വെളിച്ചം അവിടെ മനസ്സിലേക്ക് എത്തിപ്പിക്കുക എന്നത് മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതല്ലാതെ അവരെ പ്രകോപിപ്പിക്കലോ ഒന്നുമില്ല. അങ്ങനെ അവർ തിരിച്ചു വന്നു. സ്വാഭാവികമായിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് പിന്നെ ഒരു ശരീരം ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഈദ് കഴിഞ്ഞ് വന്നാൽ ആ വിഗ്രഹങ്ങളൊന്നും തൊഴുതിട്ടാണ് അവരെന്ത് ചെയ്യുക, വീടുകളിലേക്ക് തിരിച്ചു പോവുക. ഈദ് കഴിഞ്ഞ് വന്നാൽ ആ വിഗ്രഹങ്ങളെ തൊഴുതിട്ടാണ് സാധാരണ വീടുകളിലേക്ക് തിരിച്ചു പോവുക. പക്ഷെ ഈദ് കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം വല്യോപ്പിങ്ങ് നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആകെ തകർന്ന് തരിപ്പണായി കിടക്കാണ്. അപ്പോഴാണ് ഖാലു, അവർ ചോദിച്ചു, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ, നമ്മുടെ ഇലാഹുകളെ കൊണ്ട് ആരാണിത് ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ പ്രയോഗിക്കുന്നത് അസ്നാമിനാന്നല്ല, നമ്മുടെ ഈ വിഗ്രഹങ്ങൾക്കെന്നല്ല അവർ പ്രയോഗിച്ച്, ബി ആലിഹത്തിന, നമ്മുടെ ഇലാഹാണല്ലോ പടച്ചോനീ കിടക്കണ്. നിങ്ങൾ ആലോചിക്കാണ്, നമ്മുടെ പടച്ചോന്മാരാണല്ലോ ഈ കിടക്കണ്. ആരാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുക? ശരിക്കും നിങ്ങൾ ആലോചിക്ക്, ലോകത്തൊരു മനുഷ്യനെ ചിന്തിക്കാതെ തന്നെ പോരെ. നമ്മൾ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ പിന്നെ സഹായം ചോദിക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം കിട്ടാനാണല്ലോ. ഇത് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഇലാഹുകൾക്ക് മേൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായിട്ടും അതിന് തടയാൻ ഒന്ന് ആ വിഗ്രഹങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനി വല്യൂപ്പനവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഇവർക്ക് കഴിഞ്ഞോ? ഇവരും കഴിഞ്ഞില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അവർ ഒരു നിസ്സഹായതയോടുള്ള ചോദ്യമാണ്, മം ഫഅല ബിആലിഹത്തിനാ ഹാദാ, നമ്മളെ പടച്ചോന്മാരെ പറ്റി, പടച്ചോന്മാരെ കൊണ്ട് ആരാണിത് ചെയ്തത്? ഇന്നഹു ലമിനദ്ദാലിമീൻ, അവൻ ചെയ്തതാണേലും വലിയ അക്രമം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവൻ ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് അവർ പരിചയം. ഇതിനെ ആരാധിക്കുന്ന ഓരോന്നും ദുൽമ ചെയ്തവരൊന്നുമല്ല, പക്ഷെ ഇത് ചെയ്ത് ആൾക്കാർ ഇന്നഹു ലമിനദ്ദാലിമീൻ. അപ്പൊ ഇതിങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ പാസ് ചെയ്തപ്പോൾ 2-3 ആൾക്കാർ കേട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഖാലു, അവർ സമിഅന, ഞങ്ങൾ കേട്ടിരുന്നു. ഫതൻ, ഒരു യുവാവ് പറയുന്നതായിക്കോട്ടെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏത് കാലഘട്ടമാണ് ഇപ്പൊ ഇതിനൊക്കെ നടക്കുന്നത്? യുവത്വ കാലഘട്ടമാണ്, വയസ്സാം കാലഘട്ടമൊന്നുമല്ല. ഒരു യുവാവ് പറയുന്നതായിക്കൊണ്ട് കേട്ടിരുന്നു. യദ്കുറുഹും, അവരെ കുറിച്ച്, അഥവാ ഈ വിഗ്രഹങ്ങളെ കുറിച്ച് അവൻ പറയുന്നതായിക്കൊണ്ട്, അവരെ സ്മരിച്ച്, അവിടെ യദ്കുറുഹു എന്ന് പറഞ്ഞെങ്കിൽ അവരെ മോശമാക്കി അല്ലെങ്കിൽ അവരെ ചില സംഗതികൾ ചെയ്യുമെന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് ഞങ്ങൾ കേട്ടിരുന്നു. യുഖാലു ലഹു, അവന് പറയപ്പെടുന്നു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറഞ്ഞ ചങ്ങായി പറയും ഞങ്ങൾ കേട്ടിരുന്നു. അപ്പൊ പ്രതിന് കിട്ടി. അപ്പൊ നേരത്തെ പറഞ്ഞ് ഇങ്ങനെ കടന്നു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആൾക്കാരാണ് ഈ പറയണത്. അപ്പൊ അവര് ചൂറ കൂടാണ്. എന്താ പറ്റി പടച്ചോന്മാരാകെ നമ്മൾ, അതായത് അവരെ സംരക്ഷിക്കുന്ന പടച്ചോന്മാരാകെ തല കുത്തി വീണ് കിടക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഇത് പരിഹാരം ഉണ്ടാക്കണ്ടേ? ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചൂറ കൂടിയപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത്, ഇങ്ങനെ ചില ആളുകൾ ഈ ഒരു വ്യക്തി പറയുന്നതായിക്കൊണ്ട് പിന്നെ ഞങ്ങൾ കേട്ടിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യുവത്വ കാലഘട്ടമാണ് ഈ പ്രബോധനത്തിൻ്റെ ഒക്കെ ശരിക്ക് ഒരു തിളച്ചു നിൽക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു. തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും ഒക്കെ യുവത്വ കാലഘട്ടത്തിലാണ്.
ആ യുവത്വ കാലഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോ സന്താനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും എന്നിട്ട് ആ മക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് തന്നെ കുറേ പ്രായം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് പുറത്തുനിന്ന് കുട്ടിയോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ പ്രായമുള്ള അവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ കുട്ടി ആ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രായമായ അവസ്ഥയിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട് ഇറാഖിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് മക്കയിലേക്ക് വരുന്നത്. യുവത്വ കാലഘട്ടത്തിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്നത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പ്രയാസമുള്ള യാത്രയാണ്. മാത്രം മക്ക രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഇന്ന് നിങ്ങൾ ആലോചിക്കും, ഇപ്പം ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഫുള്ള് കുന്നല്ലേ മക്ക എന്ന് പറഞ്ഞാൽ. മദീന പോലെ ഒരു പരന്ന ഭൂമിയല്ലല്ലോ മക്ക എന്ന് പറഞ്ഞാൽ. അന്ന് ഇന്നും കുന്നുള്ള പ്രദേശങ്ങളാണോ. ഒരു കുന്നൊക്കെ കയറി ആ കാബ് നിൽക്കുന്ന സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ത്യാഗവും എത്ര വലിയ സംഗതികളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യുവത്വ കാലഘട്ടമാണ് ഇതിൻ്റെ ഒക്കെ അദ്ദേഹം ചെലവഴിച്ചത്. അപ്പോൾ യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിനും അതുപോലെ തന്നെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിലും അയാൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട കാലഘട്ടം ഏതാണ്? യുവത്വ കാലം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ബാദിറു ബിൽ അമാലി സിത്തൻ ഔ സബഅൻ, നിങ്ങൾ 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ നിങ്ങൾ ധൃതി കാണിക്കണം. അതിലൊന്ന്, നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തിൻ്റെ ആവശ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം വയസ്സായി കഴിഞ്ഞാൽ, പണ്ട് സാധാരണക്കാരന്മാർ പറയുന്നുണ്ട്, പേരൻ്റെ മുമ്പിൽ ഒരു വലിയ കല്ലുണ്ടെങ്കിൽ അത് ചെറുപ്പം കാലത്തും പൊന്തിക്കാൻ കഴിയില്ല, വയസ്സാം കാലത്തും പൊന്തിക്കാൻ കഴിയില്ലല്ലോ. പേരൻ്റെ മുമ്പിൽ വലിയൊരു കല്ലുണ്ടെങ്കിലേ അത് ചെറുപ്പത്തിലും പൊന്തിക്കാൻ കഴിയില്ല, വയസ്സായാലും പൊന്തിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ചെറുപ്പവും വയസ്സും ഒരുപോലെയാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ കാണാം, അവൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ അവൻ മടങ്ങും ഹത്താലാത്ത അലിയാല മുഷയൻ, അവനൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യുവത്വ കാലഘട്ടമാണ് അദ്ദേഹം ഈ ഒരു പ്രബോധനത്തിന് കാര്യമായി ചെലവഴിച്ചിട്ടുള്ളതാണ് മനസ്സിലാകുന്നത്. ഇബ്രാഹിം നബിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും എന്ന് പറഞ്ഞു. അവർ ചെറിയൊരു സംഘം യുവാക്കളായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ വിഷയം എടുത്തു നോക്കിയാലും മാത്രമല്ല, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പ്രവാചകൻ എണ്ണിയപ്പോൾ അതിലൊരു വിഭാഗത്തെ റസൂലുള്ളാഹി എണ്ണിയതാണ് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി. അത് വയസ്സന്മാർക്ക് കിട്ടൂല. കാരണം എന്താ വെച്ചാൽ യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തിലേക്കും തെറിച്ചു പോകാവുന്ന ഒരു കാലഘട്ടത്തിലും പിടിച്ചു നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്ന ഒരാൾക്ക് അത് വലിയൊരു ജിഹാദാണ്. മാത്രമല്ല, ആ സന്ദർഭത്തിൽ ദീനിന് വേണ്ടി അവൻ്റെ ആയുസ്സും അവൻ്റെ സമയവും അവൻ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് യുവത്വ കാലഘട്ടം ശരിക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. പക്ഷെ ഇത്ത യുവാക്കളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പിടിക്കണമൊക്കെ നിങ്ങൾ ആലോചിക്കുക, MDMA മറ്റേ കേസൊക്കെ പിടിക്കണാരാ? ഒക്കെ നമ്മളെ ചെക്കന്മാരനാണ്. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കുക, പൊടി വിറ്റും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിറ്റ് കാശുണ്ടാക്കുക. റമദാനിൽ വരെ എല്ലാ ദിവസവും തന്നെ നമ്മൾ കേൾക്കണം, അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച്, ആണും പെണ്ണും പറതിട്ടതും പറതിടാത്തതും എല്ലാം. അപ്പോൾ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യുവത്വ കാലഘട്ടം, അത് നമുക്കും ചില മാതൃകകളുണ്ട്. അപ്പോൾ സഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അർശ് പോലും കിടുങ്ങിപ്പോയി എന്ന് പറയുന്ന സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുസ്ലിമായത്. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. വെറും 6 വർഷക്കാലം അദ്ദേഹം ഇസ്ലാമായിട്ടുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റൂഹിനെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ റൂഹ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ സന്തോഷത്താൽ അള്ളാഹുവിൻ്റെ അർശ് പോലെ എന്ത് ചെയ്തു, ആ സന്തോഷം കൊണ്ട് കിടുങ്ങിപ്പോയി എന്ന ഹദീസിലുണ്ട്.
അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോകാൻ വേണ്ടി 70,000 മലക്കുകൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന ഹദീസിൽ കാണാം. നിങ്ങൾ ആലോചിച്ച്, ഒരു 6 വർഷത്തെ പാരമ്പര്യം അദ്ദേഹത്തിന് ഇസ്ലാമിലുള്ളൂ. ഒരു 6 വർഷം. നമുക്ക് 60 വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടേക്ക് എത്തൂല. അത് ശരിക്കും ഇഖ്ലാസും ആ ഈമാനിൻ്റെയും ഒരു നിറകുടാണ്. അമലുകൾ കുറേ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസും അതുപോലെ തന്നെ ഈമാനുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അമലുകൾ, അതിൻ്റെ അടുത്ത് അമലുകൾ ചെയ്യേണ്ടതെന്നല്ല, കിട്ടിയ അവസരങ്ങളിൽ കൂടുതൽ ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ അതാണ് ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു യുവാവ് ഈ വിഗ്രഹങ്ങളെ പറ്റിയൊക്കെ പറയുന്നതായിക്കൊണ്ട് ഞങ്ങൾ കേട്ടിരുന്നു എന്ന് അവരിൽ ചില ആളുകൾ എന്ത് ചെയ്തു, പറയുന്നതായിക്കൊണ്ട് പറയാൻ. അപ്പോൾ അവർ പറഞ്ഞു ഖാലു. അപ്പോൾ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അതായത് വിഗ്രഹങ്ങളുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അവർ കൂടിയ ഈ അവസ്ഥയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഖാലു ഫഅ്തു ബി, എങ്കിൽ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? അത്താ എന്ന് പറഞ്ഞാൽ വന്നു, അത്താ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കൊണ്ടുവരൂ. ഇവിടെ നിങ്ങൾ അടിച്ചു നോക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചെയ്ത് കണ്ട് സ്ഥലം വിട്ടോ? രാജ്യം വിട്ടോ? മുങ്ങിയില്ല. കാരണം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള ദഅവത്ത് എടുക്കൂലല്ലോ. പേടിച്ചു പോയില്ല. ഇബ്രാഹിം നബി അവിടെ ഉണ്ട്. ഇബ്രാഹിം നബിക്ക് അറിയാം ഓല് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിന് പറയണ മറുപടിയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഖാലു ഫഅ്തു ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുവരണം. അലാ അഅയുനിന്നാസ്, ജനമധ്യത്തിൽ. അലാ അഅയുനിന്നാസ് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടല്ലോ അവനെ വിചാരണം ചെയ്യേണ്ടത്. കാരണം ഇത് അവര് വലിയൊരു അഭിമാന പ്രശ്നമാണല്ലോ. കാരണം ഒരു രാജ്യം മൊത്തം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളാണ് ഇവിടെ തലകുത്തി വീണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് സാമൂഹിക പ്രശ്നമാണ്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ആ സാമൂഹിക പ്രശ്നത്തിലുള്ള വിചാരണ പരസ്യമായിക്കൊണ്ട് നടക്കണം എന്ന് അവർ പറഞ്ഞു. അല്ല അഅയുനിന്നാസ്, ജനങ്ങളുടെ കണ്ണുകളിലേക്ക് അവനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പരസ്യമായി അവനെന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പരസ്യമായിക്കൊണ്ടാണ് വിചാരണ നടത്താൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി കിട്ടും അവർക്കുണ്ടാകുന്നൊരു വൈകാരികത നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരാരാധിക്കുന്നൊരു വിഗ്രഹത്തെ ഇക്കോലത്തിൽ നശികുശിയാക്കി നമ്മൾ സാധാരണ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഉണ്ടാകുന്ന അവരുടെ വൈകാരികത മാത്രം. ഇബ്രാഹിം നബി പറഞ്ഞ ഒറ്റ മനുഷ്യനുള്ളൂ. ഇബ്രാഹിം നബി പറഞ്ഞ ഒറ്റ മനുഷ്യനുള്ളൂ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഖൗമായിരിക്കും. അത് ഏത് കാലഘട്ടത്തിലും മുശ്രിക്കുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഫഅ്തു ബിഹി അലാ അഅയുനിന്നാസ് എന്നൊക്കെ പറയുന്ന വൈകാരികത നമ്മൾ മനസ്സിലാക്കുക. ഒരു വാക്ക് പറയില്ല, കൊണ്ടുവരാനെ എല്ലാവരും കണ്ടു. അതിൻ്റെ ആ ഒരു വാക്കിൽ ഉണ്ടാകുന്നൊരു വൈകാരികത നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയും ഒരു വൈകാരിക രംഗാണ് അവിടെ ഉള്ളത്. മുഴുവൻ വീണ് കിടക്കാണ്, വല്യപ്പ് മാത്രം അവിടെ നിൽക്കുകയാണ്. ആരടാ അങ്ങോട്ട് കൊണ്ടുവരാനെ അങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് പറയുമ്പം ആ കൊണ്ടുവരുന്ന ഇബ്രാഹിം നബിയെ പിടിച്ചു കൊണ്ടുവരുന്ന രംഗവും ആ ഒക്കെ നമ്മൾ മനസ്സിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊരു ഫഅ്തു ബിഹി അലാ അഅയുനിന്നാസ് പറയുമ്പം നിങ്ങളവനോട് കൊണ്ടുവരി, അങ്ങനെയൊന്നല്ലല്ലോ പറയാ. അവനോട് കൊണ്ടുവന്നാളി, അങ്ങനെയല്ലല്ലോ. ആ ഒരു വൈകാരികതയും ദേഷ്യവും മുറ്റി നിൽക്കുന്ന വാക്കാണ് ശരിക്ക് ഫഅ്തു ബിഹി അലാ അഅയുനിന്നാസ്. നിങ്ങളവനെ ജനങ്ങളുടെ മധ്യത്തിൽ ലഅല്ലഹും യശ്ഹദൂൻ, അവരെല്ലാവരും ഒന്ന് കാണട്ടവനെ. ലഅല്ലഹും യശ്ഹദൂൻ, നമ്മളെ പടച്ചവന്മാരെ ഇല്ലാതാക്കി ഓനെ എല്ലാവരും ഒന്ന് കാണട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നാട്ടുകാർ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടുകയും ആ നാട്ടുകാരുടെ മുമ്പിൽ മൊത്തത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിചാരണ നടക്കുന്നത്. അതാണ് പരസ്യ വിചാരണ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഏതൊരു മനുഷ്യനും പതറിപ്പോകുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും പേടിച്ചു പോകുന്ന ഒരു രംഗമാണ് ഇനി വരാൻ പോണ്. ഒരു നാട് മൊത്തം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരാളെ വിചാരണ ചെയ്യാൻ. എന്തിക്കാരപ്പ രംഗം? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം കൊടുത്തിട്ടില്ലാത്ത മനസ്സാണെങ്കിൽ എന്ത് ചെയ്യും? പതറിപ്പോലെ. 10 ആൾ വളഞ്ഞു നിന്നിട്ട് എന്താടാ എടാ ചോദിച്ചാൽ മനുഷ്യന്മാരെന്ത് ചെയ്യും? ആൾക്കാർ പേടിച്ചു പോകും. കാരണം സ്വന്തം ശരീരത്തിനും സ്വന്തം ജീവനും പേടില്ലാത്ത ഒരാളുള്ളത്
മൂസാ നബി പേടിച്ചില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തആ എന്ന് പറഞ്ഞപ്പോൾ എന്താ മൂസാ നബി പറഞ്ഞു? ഇന്നി അഖാഫു, എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട് എന്നല്ല പറഞ്ഞു. ഓ മൂസാ നബി പേടിത്തുണ്ട്. അത് മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ്. സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ലേ എന്നുള്ളത് ആ പേടി വേണം. എനിക്കാരും പേടില്ല എന്ന് പറഞ്ഞാണ്ട് ഇത് നടപ്പ പിന്നെ അങ്ങ് നടക്കുക, അത് തവക്കുലല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അസ്ബാബുകൾ ചെയ്തിട്ടാണ് പിന്നെ തവക്കുലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശാരീരികമൊന്നും തൊടാതെ അങ്ങനെ ബിസ്മില്ലാഹി തവക്കൽതു എന്ന് പറഞ്ഞാൽ അത് തവക്കുലല്ല. നേരെ മറിച്ച് ശാരീരിക നമ്മൾ ചെയ്യുന്ന അസ്ബാബുകൾ ചെയ്ത് പിന്നെ പെട്ടെന്ന് വണ്ടിയിൽ ബ്രേക്ക്, അത് നമ്മൾ പെട്ടല്ല. അതാണ് നമ്മൾ തവക്കുൽ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രംഗം അതാണ്. ഇത് ലഅല്ലഹും യശ്ഹദൂൻ. സമയം ഉണ്ടെങ്കിൽ ഒരായത്ത് കൊണ്ട് നോക്കുക. അപ്പോ പിന്നെ അവർ ഇബ്രാഹിം നബി വിചാരണ ചെയ്യുന്ന ഖാലു അഅൻത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം. അവർ ചോദിക്കുന്ന ചോദ്യം അഅൻത, നീയാണോ, ഫഅൽത ഹാദാ, ഇത് പ്രവർത്തിച്ചത്. അപ്പൊ നീയാണോ ഇത് പ്രവർത്തിച്ചത്? അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബി അസ്നാമിന നല്ലൊരു ചോദിക്കണേ, ബി ആലിഹത്തിന്, നമ്മളെ പടച്ചവന്മാരെ കൊണ്ട്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ ബുദ്ധിയുള്ളവരാണെങ്കിൽ ബി ആലിഹത്തിന് നല്ല പ്രയോഗിക്കുക. ഈ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ച് നീയാണോ എന്നാണ്. അവരുടെ മനസ്സിൽ അതിനോടുള്ള ഹുബ്ബും ആ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. അവിടെ ബി ആലിഹത്തിന, നമ്മുടെ വിഗ്രഹങ്ങളെ, ഞങ്ങൾ ഇലാഹുകളെ നീയാണോ ഇത് ചെയ്ത് തച്ചുടച്ച് ചെയ്തത്? യാ ഇബ്രാഹിം, അല്ല ഇബ്രാഹിമേ എന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിചാരണ ആരംഭിക്കാൻ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അതിന് മറുപടി കൊടുക്കണമെന്ന് വെച്ചാൽ കാല, അദ്ദേഹം പറഞ്ഞു ബൽ, അല്ല, ഫഅലഹു, അത് പ്രവർത്തിച്ചിട്ടുള്ളത് കബീറുഹും ഹാദാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞാനൊന്നുമില്ല അങ്ങനെ പറഞ്ഞില്ല. ഞാനറിഞ്ഞില്ല. അങ്ങനെ ആലോചിച്ചു അദ്ദേഹത്തിന്റെ ഹിക്മത്തിലുള്ള മറുപടി. ഫഅലഹു, അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആരാണ്? കബീറുഹും, അവരുടെ വലിയ ആളെന്നെ. വലിയ ആളാരാ? അതാ, ഈ വലിയ ആളത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഫസ്അലൂഹും, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. ഇൻ കാനൂ യന്തിഖൂൻ, അവർ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാടി. ഇവിടെ വലിയ ആളിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ടല്ലോ, ആരാണത് ചെയ്തതെന്ന് ചോദിച്ചു നോക്കിയാൽ പോരെ. അപ്പൊ അതിനുവേണ്ടി ആ ചോദ്യം അവരോട് ചോദിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി എന്ത് ചെയ്തത്? അവിടെ വലിയ ഉപ്പനെ അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ മൊത്തം തകർത്താൽ പോരെ. അപ്പൊ തകർക്കലല്ല ലക്ഷ്യം, അവരുടെ ആശയത്തെ ചിന്തിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച്, അങ്ങനെ തകർത്താൽ ശരിക്ക് ഒന്നാകെ മൊത്തം തകർത്ത് മുട്ടിക്കൂടി. എന്താ സംഭവിക്കുക? ഓൾക്ക് കുറച്ചുകൂടി ഓൾക്കൊരു കുളത്തവിടെ ബാക്കിയില്ലല്ലോ. ഇബ്രാഹിം നബിക്ക് ഇളാടൊരു കുളത്തൊന്നില്ല അവിടെ ബാക്കിയില്ല. ഇവിടെ വലിയ ആളവിടെ നിർത്തിക്കൊണ്ടെന്നുണ്ട്. ആ കുളത്തുമ്പോൾ വെട്ടിയിട്ടാണ് ഇബ്രാഹിം നബി വലിക്കണം. കണ്ടതാ വലിയ ആളോട് നിൽക്കണോ ചോദിച്ചു നോക്കി. എന്താ പിന്നെ വേറെ സുഹൃത്തിലുള്ള പിന്നെ ഇത് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി പിന്നെ ഇത് പിന്നെ അവരെന്താണ് ഇതില് അവരുടെ ആരാധനാ സ്ഥലങ്ങളിലേക്ക് ചെന്നപ്പോൾ കുറേ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവർ എന്താണ് തിന്നണില്ലേ എന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്. ഒന്നുമുണ്ട്. മാലക്കും ലാ തന്തിഖൂൻ, എന്താണ് മിണ്ടാത്തത്? ഇബ്രാഹിം നബി വിഗ്രഹങ്ങൾ ചോദിക്കുന്നു, മാലക്കും ലാ തന്തിഖൂൻ, എന്താ മിണ്ടാത്തത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിണ്ടൂല. അപ്പൊ അത് പിന്നെ അവിടെ കൂടുതലുള്ള ആളുകളൊക്കെ കേൾക്കാൻ വേണ്ടിയും അങ്ങനെയൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പ്രവർത്തനമാണ്. അതാണ് ഫസ്അലൂഹും, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക. ഇൻ കാനൂ യന്തിഖൂൻ, നതഖ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അപ്പൊ അവർ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ഈ കേൾക്കുന്ന ആളുകൾക്കറിയാം മുണ്ടൂലാന്ന്. ഈ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അറിയുന്നത് മുണ്ടൂലാന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ അവരെ ചിന്തിപ്പിക്കലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഒരു പ്രബോധകന്റെ ലക്ഷ്യവും അതായിരിക്കണം. ഇപ്പൊ നമ്മള് ഈ മൊയ്തി പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളതിനെ എതിർക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സി എം മടവൂർ വിളിച്ചാൽ കേൾക്കില്ല നമ്മൾ പറഞ്ഞ സി എം മടവൂരിനെ കൊച്ചാക്കലല്ല നമ്മുടെ ഉദ്ദേശം. നേരെ മറിച്ച് അവർ അള്ളാഹു അല്ലാത്ത
വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികളുടെ അശക്തതയും അതിന് നിരർത്ഥകതയും ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ നമ്മൾ പോലെ ചെറുതാക്കിയിട്ടോ മറ്റോരോ കൊച്ചാക്കിയിട്ടോ നമുക്ക് തട്ടാള്. അതുകൊണ്ട് ആ ആളുകൾ ചിന്തിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുണ്ടെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനും സാധിക്കുള്ളതാണ്. അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തിൻ്റെ രീതിയും അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിനുള്ള അവസരം അല്ലാഹു നമുക്കെല്ലാം തുറന്ന് നൽകുമാറാവട്ടെ. അവൻ്റെ ദീൻ പഠിക്കുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وأعمالنا في رمضان يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك ربنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.